ഈ ബെഞ്ചമിൻ എന്നും പറഞ്ഞ ഒരു ഭ്രാന്തനുണ്ടായിരുന്നു. ബെഞ്ചമിൻ അയാളിങ്ങനെ മുടിയെല്ലാം വളർത്തി, ആരും വെട്ടിക്കൊടുക്കാനില്ലായിരുന്നു. അയാൾ ഞങ്ങളുടെ വഴികളിൽ കൂടി പോണത് കാണുമ്പോൾ കുട്ടികളെല്ലാം ഇങ്ങനെ അയാളെ നോക്കിക്കൊണ്ട് നിൽക്കും. അയാളിങ്ങനെ ആടി ആടി 2 ചെവിട് മുമ്പോട്ട് വെക്കും. എന്നിട്ട് ഈ ബെഞ്ചും ഭ്രാന്തൻ പിന്നെ ആടി ആടി 4 ചെവിട് പുറകോട്ട് വെക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ബെഞ്ചും ഭ്രാന്തനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പലരുടെയും ആധ്യാത്മികത ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ നടപ്പ് പോലെ 2 ആഴ്ച മുമ്പോട്ട് വെക്കും, 4 ആഴ്ച പുറകോട്ട് വെക്കും. അതാണ് വിഷയം. ഒരു മൂച്ചിന് പള്ളിയിലൊക്കെ പോകും, കുമ്പസാരം ഒക്കെ ആയിട്ട് നടക്കും. ഒരു മൂച്ചിന് പിന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് ലോകത്തിൻ്റെ വഴികളിലൂടെ റീൽസും കണങ്ങനെ ഇരിക്കും. അതാ കുടുംബ പ്രാർത്ഥന പോലും ചെല്ലത്തില്ല, ആ റീൽസും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്താ വെച്ചാൽ കുറച്ച് നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുഴപ്പം. ഇത് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പിന്നീട് ദൈവം ഈ റിജക്റ്റ് ചെയ്യും, റിജക്ഷൻ പോയിൻ്റ് വരും. ബൈബിളിലുള്ള ഏറ്റവും വലിയൊരു വിഷയമാണ് റിജക്ഷൻ. അതായത് ദൈവം ഇങ്ങനെ പതുങ്ങിയൊക്കെ ഒന്ന് കൂടെ നടന്നു വെച്ചും പെട്ടെന്നൊരു കാലത്ത് അവൻ ദേവാലയം വിട്ടുപോയെന്നല്ലേ പറയണത്. അത് നമ്മളെ വിട്ടുപോകും, നമ്മൾ പോലും അറിയത്തില്ല, വിട്ടുപോകും. കാര്യം നമ്മുടെ ഈ ബെഞ്ചും ഭ്രാന്തൻ്റെ രീതിയിലുള്ള ആധ്യാത്മികതയാണല്ലോ. 2 ആഴ്ച മുമ്പോട്ടും 4 ആഴ്ച പുറകോട്ടുമായിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ഭ്രാന്തിന് കൂടെ ദൈവം നടക്കത്തില്ല. ഭ്രാന്തിൻ്റെ വഴിക്ക് വിട്ടുവെച്ചും ദൈവം വിട്ടുപോയി കളയും. അതെപ്പോഴും നമ്മൾ വളരെ അപകടകരമായൊരു സ്ഥലമാണത്. പക്ഷെ നമ്മൾ ഒന്നിനൊന്ന് ഓരോ ദിവസവും അടിക്കടി ഇത്തിരി കഷ്ടപ്പെട്ടാലും കർത്താവുമായിട്ട് ജീവിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഉടമ്പടിയാണ്.